ഹലോ ദോസ്തോ, വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. ഇന്ന് നമുക്ക് ഒരാളെ നമ്മളെ കോൾ ചെയ്യുമ്പോൾ പറയാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞുതരാം ഹിന്ദിയിൽ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ അവരെ വിളിച്ചിട്ട് പറയാണ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ നമുക്ക് ചോദിക്കണം. ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം, ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക? നമസ്തേ കേസേ ഹേ ആപ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളതിന് നമുക്ക് കേസേ ഹേ ആപ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി അടുത്തതാണ് താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണം. നമുക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കില്ല. ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം, നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇപ്പോ എന്ന് ചോദിക്കില്ലേ? ഇതിനെങ്ങനെയാ നമ്മൾ ഹിന്ദിയിലും പറയാ? ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്ത് ചെയ്യുന്നു? ആപ് ക്യാ കർത്തേ ഹേ, അല്ലെങ്കിൽ ആപ് ക്യാ കർ രഹാ ഹേ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ആപ് ക്യാ കർ രഹേ ഹേ എന്ന് ചോദിക്കാം. ഇത് ഒന്നുകൂടി പറയട്ടെ ഞാൻ, താങ്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തൊട്ടിട്ട്. വെറുതെ കുറെ ടൈപ്പ് പറയണ്ടല്ലോ. അപ്പം നമുക്ക് അടുത്തത് ചോദിക്കണം. താങ്കൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കില്ല നമ്മള്. ഫസ്റ്റ് തന്നെ കോൾ ചെയ്തിട്ട് ഹലോ താങ്കൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, ആപ് കേസേ ഹേ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ചോദിക്കാനുണ്ട്, താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണം. ഇതെങ്ങനെയാ നമ്മൾ ഹിന്ദിയിൽ ചോദിക്കാം? ആപ് ക്യാ കർ രഹേ ഹേ എന്ന് ചോദിക്കാം. ആപ് ക്യാ കർ രഹേ ഹേ. ഇനി അതേപോലെ ആപ് ക്യാ കർത്തേ ഹേ എന്ന് ചോദിക്കാം. താങ്കൾ എന്താ ചെയ്യുന്നത്? അപ് ക്യാ കർത്തേ ഹേ എന്ന് ചോദിക്കാം. മനസ്സിലായോ? ഇനി അടുത്തത്, ഞാനിപ്പോ ഇവിടെ വർക്കിലാണ് എന്ന് അവരിങ്ങോട്ട് മറുപടി തരാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? മേ അഭി കാം പർ ഹൂ, ഞാനിപ്പോൾ ജോലിയിലാണ്. മേ അഭി കാം പർ ഹൂ. ഇനി അതല്ലെങ്കിലോ? മേ അഭി കാം കർ രഹി ഹൂ, ഞാനിപ്പോൾ പണിയെടുക്കുകയാണ്. മേ അഭി കാം കർ രഹി ഹൂ. പുരുഷനാണെങ്കിലോ? മേ അഭി കാം കർ രഹാ ഹൂ, ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി പറയാണ് ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറയില്ലേ? ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എന്ന് പറയണം. നമുക്ക് കോൾ ഒഴിവാക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യാ? മേ അഭി തോടാ വ്യസ്ത ഹൂ, ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്. മേ അഭി തോടാ വ്യസ്ത ഹൂ. തോടാ വ്യസ്ത എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസി എന്നാണ് അർത്ഥം. വ്യസ്ത എന്നാണ് ബിസി എന്നതിന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷും അവിടെ യൂസ് ചെയ്യാം. മേ അഭി തോടാ ബിസി ഹൂ എന്ന് പറയാം. ഞാനിപ്പോൾ കുറച്ച് ബിസി ആണെന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുകയാണ്, എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. ഇതെങ്ങനെയാ ചോദിക്കുക നമ്മള്? തോ ക്യാ മേ ബാദ് മേ കോൾ കരൂ, തോ ക്യാ മേ ബാദ് മേ കോൾ കരൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോട്ടെ. തോ ക്യാ മേ ബാദ് മേ കോൾ കരൂ, അങ്ങനെ ചോദിക്കാം. അപ്പൊ നമുക്ക് അതിനൊരു മറുപടി കൊടുക്കണം. ഓക്കെ, ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളൂ എന്നെങ്ങനെയാ നമ്മൾ പറയാ? कोई बात नहीं बाद में कॉल कीजिए, कोई बात नहीं बाद में कॉल कीजिए, ഒരു പ്രശ്നമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ. ഇത്രയും ഫ്രൈസസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മിൽത്തെ ഹേ അഗ്ലേ വീഡിയോ മേ, തബ് തക് കെ ലിയേ ബൈ ബൈ.